ഹലോ, യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഏതൊരു കാലത്തായാലും നമുക്ക് ആദ്യം ഒരു ചെറിയതായ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ടൊരു കാലമാണല്ലേ അല്ലേ. കുട്ടിക്കാലത്ത് നമുക്കൊന്നും അറിയണ്ട, ഒന്നും ചിന്തിക്കണ്ട, ഒരു കാലവും ഇല്ല. ഒന്നും കളിക്കണം, ചിരിക്കണം, നടക്കണം എന്നല്ലാതെ ഇങ്ങനെ വീട്ടിലരി കൊണ്ടുവന്നോ, ഭക്ഷണം ഉണ്ടോ, ഉടുക്കാനോ, വെളിച്ചനോ, അല്ലെങ്കിൽ വീട്ടിലെന്തായി ആയിരിക്കും, എന്തെങ്കിലും അസുഖമായിപ്പോയി എന്താ ചെയ്യുകയെന്നോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നടത്തേണ്ടി വന്നിട്ടല്ലോ, ഒന്നും ചിന്തിക്കണ്ടല്ലോ. അതുകൊണ്ട് നമ്മളിപ്പോൾ പറയുന്നത് വെച്ചാൽ നമ്മളെ ചെറുപ്പകാലത്തുള്ള സുഖം എന്താ സുഖം എന്നറിയോ. ഇപ്പം നോക്കുമ്പോൾ ഒന്നും അറിയണ്ട. ആ ഒരു ചെറുപ്പകാലത്തല്ലാണ്ട് നമുക്ക് അങ്ങനെ ഒരു കാര്യം അറിയാതെ ജീവിക്കാനുള്ള ഒരു സൗകര്യവും ഉണ്ടാകും. വീട്ടിൽ പട്ടിണി ആയാലും അതറിയില്ല. ചോറ് വെച്ച് നമുക്ക് ചോറ് വേണം എന്ന് പറയും, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയും. ഇതല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും മനുഷ്യനെ പറ്റിയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്? എന്തെങ്കിലും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പം പറയാൻ വെച്ചാൽ നമ്മളെ കുട്ടിക്കാലം പോലെ ലോകത്ത് മനുഷ്യൻ്റെ ഒരു ജന്മം കുട്ടിക്കാലത്തെ പോലെ ഒരു സമയവും നമുക്ക് നല്ലതായിട്ടുള്ള സമയമില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ ഈ ചെറുപ്പത്തിൽ മാങ്ങയെല്ലാം ഈ ചെറിയ പടുമാങ്ങ ഉണ്ടല്ലോ, ചെറിയ പടുമാങ്ങ ഉണ്ടാവും. ചെറിയ പടുമാങ്ങ സമയത്ത് മാങ്ങയെല്ലാം പൊട്ടിക്കൊണ്ടൊക്കാൻ പോകും, നമ്മൾ കുട്ടികളെപ്പുറം കളിക്കാൻ പോകും. അങ്ങനെയുള്ള ഒരു ഇതല്ലേ. വേറെ ദൂരെയൊന്നും പോകുമ്പോൾ നമ്മളെടുത്തെല്ലാം കുറച്ച് കുട്ടികളായിട്ട് കളിക്കലും അങ്ങനെയെല്ലാം തന്നെയല്ലേ നമുക്കൊരു വിനോദം. വേറെ ഒന്നുമില്ലല്ലോ. വേറെ പണ്ടത്തെ കാലത്ത് എവിടെയും ടൂർ പോകുക അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇല്ലല്ലോ. ഒരു സ്കൂളിൽ പോകുന്ന അല്ലാണ്ട് വേറെ അങ്ങനെ എല്ലാവർക്കും സ്കൂളിൽ പോകില്ല. അങ്ങനെയുള്ളൊരു കാലമല്ലേ പണ്ടത്തെ കാലം. ഇന്നത്തെ പോലെ അല്ലല്ലോ. പണ്ടെന്നവർക്ക് നമ്മൾ ഞാൻ അവിടെ വെച്ചാൽ പിന്നെ ഉപ്പിലിട്ട ഈ മാങ്ങ, ചെറിയ മാങ്ങയുണ്ടല്ലോ, ഈ പടുമാങ്ങ, നാടൻ മാങ്ങ ഇങ്ങനെ പൊറുക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ ഇതുകൊണ്ട് വെച്ചാൽ പൊറുക്കി ഈ കുറച്ചൊരു ഇത്രശ്ശപ്പോരെ ആകുമ്പോൾ തന്നെ ഒരു അണ്ടി മാങ്ങയാകുന്നത്ര തന്നെ അണ്ടി മാങ്ങ അടിയും. നമുക്കിപ്പോൾ പൊരിച്ച് അണ്ടി മാങ്ങ പറിച്ചിട്ട് നമ്മൾ ഉപ്പിലിടും. ഞാനെന്താ പഠിച്ചാൽ ഈ അണ്ടി മാങ്ങയാണ് ഒരുപാട് അടിഞ്ഞിട്ട് അത് പൊറുക്കി കൊണ്ടുവന്ന് നമ്മൾ പൊറുക്കിയിട്ട് കഴുകിയിട്ട് അപ്പാട് ഭരണിയിലിട്ടിട്ട് വെക്കും. ഇതൊരു രസമൊന്നും ഉണ്ടാവില്ല എന്ന് വേഗം കുറച്ചുകൂടി ഇല്ല, നന്ന ചെറുതല്ല, കുറച്ചും കൂടി വേണം. അത് നമുക്ക് കുറേ കഴിഞ്ഞാലായതിന് ശേഷം അതിങ്ങനെ ഒട്ടിപ്പിരിഞ്ഞ് ഇങ്ങനെ പോലെ ആയിട്ടാകുമ്പോൾ അതിൽ കുറച്ച് പന്നിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ട് കുറച്ച് സുരുക്കിയെല്ലാം ഒഴിച്ച് വെക്കും. സുരുക്കി വെച്ച് വെച്ചാൽ പുശു വരില്ല, ഇല്ല പുശു വരും. എന്നിട്ട് അനക്കാടാണ് ഇട്ട് വെക്കും. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അമ്മേൻ്റെ ചീഞ്ഞൊരുവിധ എടുക്കേണ്ട പാകമായി തോന്നുന്നു. നമുക്കത് എടുത്തിട്ട് ചോറ് നമുക്ക് ഒരു പയ്യെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ബായ്ക്ക് രുചി വേണമെങ്കിൽ ഈ മാങ്ങ ഉണ്ടായാലും ഒരു കഷ്ണം മാങ്ങ ഉണ്ടായാൽ നമുക്കത് ഭയങ്കര രുചിയാണ്. ഒരു മാങ്ങ കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് കഞ്ഞി കുടിക്കാൻ ഒരു കായ്ക്ക് രുചിയോ കറുപ്പോ കായ്പോ ഉണ്ടെങ്കിൽ എല്ലാം നല്ല രസമാണ്. അപ്പോൾ അന്നേരം നമ്മൾക്ക് ഈ മാങ്ങ ഇങ്ങനെ ഇതേപോലെ ഇട്ട് വെച്ചിട്ട് ഞാനിങ്ങനെ ഉപ്പിനകത്തൊക്കെ ഇട്ട് വെച്ചിട്ട് വീണത് നമുക്കിപ്പോൾ പറിക്കാൻ പോകാൻ ആളില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വീണത് പൊറുക്കി കൊണ്ടുവന്നിട്ട് കഴുകിയിട്ട് ഉപ്പിലിട്ടിട്ട് വലിയ പൊളിങ്ക് വരണിയിലെല്ലാം ഇട്ടിട്ട് അവിടെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ആക്കി വെക്കും. ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് നല്ല രുചിയോടെ നമുക്ക് നല്ല അതിൽ കുറച്ച് മുളക് പൊടിയിലിടും. മുളക് പൊടി ഇട്ടിട്ടാണ് ഈ ഉപ്പിലിട്ട് അണ്ടിമാങ്ങ എന്ന് പറയും. വെറും അണ്ടിമാങ്ങ എന്ന് പറയും, അണ്ടിമാങ്ങ എന്നത്. അതിൽ മുളക് പൊടി ഇട്ടിട്ടാണ് ഇടുക. അങ്ങനെ മുറിക്കേണ്ടത്. അത് കഴുകിയിട്ട് അങ്ങനെ മുഴുവൻ പൊറുക്കിയിട്ട് കഴുകിയിട്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ ഒട്ടിയിട്ട് ഉണ്ടാവുക. മാങ്ങേൻ്റെ ഒറ്റ നിലയിലല്ല, ഇങ്ങനെ ഒടിഞ്ഞിങ്ങനെ ഒട്ടിപ്പോയ പോലെ ഉണ്ടാവും. ആ മാങ്ങ ആയിക്കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ്. കാണാൻ അണ്ടിമാങ്ങ ഉപ്പിലിട്ട് ഒട്ടിപ്പിച്ച അണ്ടിമാങ്ങ എന്ന് പറയും, അങ്ങനെ പറയാം. അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പിന്നെ എന്താ വെച്ചാൽ അത് കൊണ്ടുവന്ന് നമുക്കൊരു കറി അതിനാണ് ശരിക്കും മുളകെല്ലാം ഇട്ടിട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴേക്ക് ഉണ്ടല്ലോ, ഒരു മാസം അത് എത്ര മാസം വേണ്ടിയിട്ട് നമുക്ക് എത്തും. അത് നമ്മൾ പറിച്ചിട്ട് കൊലയായിട്ട് മാവുമ്പോൾ തന്നെ നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ടെടുക്കണം. ആ പൊട്ടിച്ചെടുത്തുകൊണ്ട് അതിൽ ചെനയോട് കൂടിയിട്ട് കൊലയോടുകൂടി മാത്രം കഴുകുക. ചെന കഴുകരുത്, ചെന പൊട്ടിക്കരുത്. എന്നിട്ട് ചെന പൊട്ടിച്ചിട്ട് നമ്മൾ ഈ ഭരണിനകത്താക്കിയിട്ട് കുറച്ച് ഇടുക, കുറച്ച് ഉപ്പിടുക. അങ്ങനെ ഇട്ടിട്ട് പാകത്തിനിട്ട് കുറച്ച് മുളക് പൊടി അന്നേരം തന്നെ ഇടുന്നത് കൊണ്ട് കുറച്ച് ഇടാണ്ടും വെക്കും, കുറച്ച് ഇട്ടിട്ടും വെക്കും. എന്നാൽ മുളക് പൊടി ഇട്ടത് കുറേ കാലം എത്തും. നല്ല 1 കൊല്ലം 2 കൊല്ലം നല്ല എത്തും. നമുക്ക് 2 കൊല്ലത്തോളം എത്തുന്ന പുളി പോയി ചെയ്യില്ല. അങ്ങനെ ഇട്ടിട്ട് അവിടെ വെക്കും. അങ്ങനെ നമ്മളെല്ലാം എത്ര കാലം നല്ല ഇതെന്നേരും കറി. മഴ കഴിഞ്ഞാൽ മഴക്കാലം തേച്ചും ഈ അണ്ടിമാങ്ങ തന്നെ കറി. പിന്നെ ഉപ്പിൽ ബാക്കി വരുന്ന മാങ്ങയിൽ ഇങ്ങനെ വീഴുന്നതോ കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ മുറിച്ചിട്ട്
ചെറുങ്ങനാകുമ്പോൾ തന്നെ മുറിച്ചിട്ട് കുപ്പിയിലിടും. മുറിച്ചിട്ട് കുപ്പിയിലിട്ട് ലേശം മുളക് പൊടിയിട്ട് കുറച്ച് ഉപ്പിട്ട് ലേശം കടുകും എല്ലാം അരച്ചിട്ട് നല്ല ടേസ്റ്റാണ്. കുറച്ച് ആയിക്കഴിഞ്ഞാൽ അതും ചോറും മാത്രമേ ഇവിടെ തിന്നാം, വേറെ ഒന്നും വേണ്ട. കുറച്ച് അത് പൊട്ടിച്ച് നമ്മൾ നല്ല കുഴച്ച ഉണ്ടി ഇട്ടിട്ട് ചോറ് തിന്നാൽ ഇപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറില്ല, അത്ര ടേസ്റ്റാണ് അതിൻ്റെ. അത് മാത്രമല്ല, ഈ വീടിച്ച് പൊറുക്കി കൊണ്ടുവച്ചതിന് ഒരു വാട്ടൽ കൈ കൂടി ഉണ്ടാവും. അത് നല്ല രസമാണ്. ഈ മാങ്ങ കടുമാങ്ങ ആ വാട്ടലിൻ്റെ രുചി അത്ര രസമാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്യുക. പിന്നെ എന്ന് വെച്ചാൽ ഇനി ഈ മാങ്ങ പറിച്ചുകൊണ്ട് അങ്ങനെയെല്ലാം ചെയ്യും. പിന്നെ ആരും നമുക്ക് പിന്നെയെന്ന് വെച്ചാൽ പറിച്ചിട്ട് തരാൻ വെച്ചാൽ നമ്മൾ തന്നെ പറിക്കണം. എൻ്റെ കൊക്ക വെട്ടി പറിച്ചാലും നിലത്ത് പോകും, പിന്നെ വെട്ടി പറിക്കാനൊന്നും ആളില്ലല്ലോ. അതുകൊണ്ട് ഇനി വിചാരിച്ച് ഏതെന്നാലും നമുക്ക് ഇങ്ങനെ തന്നെ പറിച്ചിട്ട് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ കൊക്ക വെട്ടി പൊറുക്കിയിട്ട് തന്നെ എടുത്തുകൊണ്ടിട്ട് ഇടും. പൊറുക്കി എടുത്തുകൊണ്ട് നോക്കുമ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും പറഞ്ഞ് പൊറുക്കിയെടുത്തോടെ കിട്ടൂല, നന്നാവില്ല, ചീഞ്ഞു പോകുന്നില്ലല്ലോ പറയും. ഒരു പൊടി ഒരു താരാറില്ലാതെ നമുക്കെല്ലാം വൃത്തിയായി കിട്ടും. പിന്നെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ആ സമയത്തെല്ലാം നമ്മളെല്ലാം എടുക്കുക വെച്ചാൽ ഓരോരോ കുട്ടികളെല്ലാം കൂടി നമ്മളെന്ത് വെച്ചാൽ നമുക്കെല്ലാവരും വലിയ ആൾ നടന്ന് കാണുമ്പോൾ പച്ചക്കറിയോ കൃഷികളെല്ലാം ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കും ഈ കുട്ടികൾക്കും ഒരു താല്പര്യം ഉണ്ടാവും ആ സമയത്ത്. അന്നേരം 2-3 കുട്ടികൾ വിളിച്ചവർ നമുക്ക് ലേശം ഒഴിവുള്ള സ്ഥലത്ത് നോക്കി നമുക്കും കുറച്ച് 2-3 നടാന്ന് പറയും. നമുക്ക് അപ്പുറം ഇപ്പം വെച്ചിട്ട് മത്സരം വെച്ചിട്ട് നടാന്ന് പറയും. അപ്പോൾ ആരതാ നന്നാവുകയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത്രയും ഒരു താല്പര്യമുള്ളൊരു കാലമാണ്. എല്ലാറ്റിനും ഒരാൾ നമ്മൾ അപ്പുറത്തുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു അന്നേരം പണിയൊന്നുമില്ലല്ലോ, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, വേറെ പണിയൊന്നുമില്ലല്ലോ. ഈ ഭക്ഷണത്തിനൊന്നും അത്ര വലിയ സമയമൊന്നും വേണ്ടില്ല. ഇന്നത്തെ പോലെയല്ല. ഇന്നുള്ളവർക്കെന്നാണ് രാവിലത്തെ ഭക്ഷണമാക്കി, ഉച്ചക്കത്തെ ഭക്ഷണമാക്കി, വൈകുന്നേരത്തെ ഭക്ഷണമാക്കി, ഇതിനല്ലേ സമയമുള്ളൂ. അന്ന് അതൊന്നുമില്ല. ഒരു നേരം വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. നമ്മളവിടെ വെച്ചിട്ട് അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇതേ ഉണ്ടാവും രാവിലത്തെ നേരത്തെ വെപ്പ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നില്ല. അങ്ങനെ അന്നേരമാകുമ്പോൾ ഞാൻ വരും നമുക്ക് പിന്നെ എന്നാ ചെയ്യുക, നമുക്ക് കുറച്ച് ശർക്കരക്ക് ഇങ്ങനെ നടാന്ന് പറയും. ശർക്കരക്ക് ഈ പുഴക്കരിക്കാകുമ്പോൾ നമ്മളെല്ലാം പുഴക്കരിയാണല്ലോ. പുഴക്കരിക്കാകുമ്പോൾ വെച്ചാൽ നമ്മൾ വെള്ളം നനക്കണ്ട. വെള്ളം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം ഇങ്ങനെ ഏറ്റത്തിൽ ഇങ്ങോട്ട് അടിച്ച് കയറുമ്പോൾ അതിൻ്റെ നനവുണ്ടാവും. നമ്മൾ നട്ടാലെല്ലാം അതിന് പുഴക്കരക്കോട്ട് ലേശം അടുപ്പിച്ച് വിട്ട് നട്ടാൽ മതി മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം എടുത്ത് 2-3 ആൾ കൂടി കുറച്ച് നമുക്ക് വട്ടാസെല്ലാം തലയെടുത്ത് വന്ന് നമ്മളെല്ലാം നട്ട് നോക്കുമ്പോഴൊക്കെ നമുക്ക് നല്ലോണം കഴിഞ്ഞ് ധാരാളം കുറേ കൂടുതലാണ് നന്നാകുക വെച്ചിട്ട് ഞങ്ങൾ 2-3 ആളുണ്ട്. 3 ആൾ ഒരുപോലെ പണിയെടുക്കും. 3 ആൾ ഒരുപോലെ പിന്നെ ഇനി മത്സരിച്ചിട്ട് പണിയെടുക്കും. ആർക്കാ കൂടുതലുണ്ടാവും എന്നിട്ടാണ് പണിയെടുക്കുക. ഞാൻ എന്തായാലും എനിക്ക് പിന്നെ വീട്ടിൽ ചാണകം കൊണ്ട് വാരിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അന്നേരം അതെല്ലാം കുറച്ച് അവരും വാരിക്കൊണ്ട് പോകും. അങ്ങനെയെല്ലാം വാരി ഇട്ടിട്ട് നല്ല ഉഷാറാക്കും. എൻ്റെ നല്ല ഉഷാറുണ്ടാവും. അന്നേരം എൻ്റെ അതിനെ പോരാതെ ഞാൻ അമ്മേൻ്റെ എല്ലാം കണ്ട് നട്ടിട്ട് പഠിച്ചില്ലല്ലോ. അവർക്ക് അതറിയില്ല. അവർക്ക് ഞാൻ ഈ കാണുന്നത് നോക്കി പഠിക്കലേ ഇല്ല. അന്നേരം ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും. അവർക്ക് എല്ലാം കൂടെ നല്ല ഉഷാറായിട്ട് നല്ലോണം അത് നട്ടെല്ലാം വീട്ടിൽ കൊണ്ടുപോകുമ്പോഴേക്ക് അവർക്ക് അന്നേരം ഒന്നും ഇല്ലാത്ത സമയത്താകുമ്പോൾ ഈ തിന്നാനാകുമ്പോഴേക്കും നമ്മൾ ഈ വട്ടാസ് കളിച്ചിട്ട് കൊണ്ടുപോവുക. അതെല്ലാം ചെയ്യുമ്പോൾ ഒന്നും അറിയാതെ കളിക്കാൻ പോയ കുട്ടികൾ വന്നിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി കൊണ്ടുവന്ന് വരുമ്പോൾ അത് അവർക്ക് തന്നെ ഒരു വലിയൊരു നല്ലൊരു കാര്യമല്ലേ. അത് അച്ഛനമ്മമാർക്കെല്ലാം വലിയൊരു സന്തോഷമല്ലേ. അങ്ങനെയുള്ളൊരു കാലത്ത് അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം നല്ലൊരു നിലയിൽ തന്നെ നല്ലൊരു രീതിയിൽ തന്നെ നമ്മൾ കുട്ടിക്കാലം കഴിഞ്ഞു പോയിനായിരുന്നു. ആ കുട്ടിക്കാലം ഇന്നും നമുക്ക് ഓർക്കാൻ വിഷമമുണ്ട്. ഇനിയൊരു കുട്ടിക്കാലം നമുക്ക് ഇനി ഇല്ല എന്നുള്ളൊരു ഉറപ്പായി. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ ഓരോരോ കാര്യങ്ങളും അങ്ങനെ. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഇത് നമ്മൾ പിന്നെ ഇതായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തെങ്കിലും വിറകിനാകുമ്പം നമ്മൾ ഈ ഓലയും മട്ടലെല്ലാം കിട്ടൂല. വേറെ പറമ്പത്ത് പോയിട്ടില്ല കുത്തി അരിഞ്ഞു കൊണ്ടിരുന്ന നമുക്കവിടെ വിറകൊന്നും ഉണ്ടാവില്ല. വിറകിനെല്ലാം പൈസ കൊടുത്ത് മേടിക്കാനില്ല. അല്ല വേലിക്കാരെല്ലാം പോയിട്ട് പട്ടയെല്ലാം തരക്കിയിട്ടും അങ്ങനെയെല്ലാം കത്തിക്കുക. ഇപ്പോൾ ആർക്കും വിറക് വേണ്ട. അന്ന് വിറകില്ല. ഓലക്കാല് വരെ എന്ന് വെച്ചാൽ മാച്ചിക്കൊട്ടൻ്റെ ഓല വരെ കത്തിക്കുന്ന കാലമാണ്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് നമ്മൾ ജീവിച്ച കാലം. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഒന്നും വേണ്ട, എല്ലാം പൈസ മാത്രം. പൈസ നമ്മൾ ജീവിക്കുന്നൊരു കാലമാണ്. അതുകൊണ്ട് നമ്മളോട് എന്താ പറയാനുള്ളത് വെച്ചാൽ നമ്മൾ എന്തെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടോ ആ ചെയ്യുന്നതിനെല്ലാം നമുക്ക് ദൈവം നമുക്ക് അനുകൂലം തരും. അതിനുള്ളൊരു ഗുണം നമുക്ക് പക്ഷേ പണ്ടത്തെ ജീവിതം പോലെയല്ല ഇന്നത്തെ ജീവിതം. പണ്ടത്തെ അവർ ജീവിക്കുന്നത് നല്ലപോലെ അധ്വാനിച്ച് ജീവിച്ചിട്ടാണ്. അവരെ സ്വന്തം കൈകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ അധ്വാനിച്ച് ജീവിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇന്നുള്ള കുട്ടികൾ പഠിപ്പ് മാത്രമാണ്. പഠിപ്പും കൊണ്ടുപോയി അങ്ങനെയാണ് ഇന്നുള്ളവരുടെ ജീവിതം. പക്ഷെ അധ്വാനിച്ച് ജീവിക്കുന്ന നമുക്ക് ഷുഗറില്ല, പ്രഷറില്ല, ഓരോരോ രോഗങ്ങളൊന്നുമില്ല. സുഖമായിട്ട് നടക്കാനും കഴിയും. ഇന്നുള്ള ആൾക്കാർക്ക് പുറത്ത് നടക്കാൻ കഴിയില്ല, ഒരു കുന്ന് കയറി പോകാൻ കഴിയില്ല, മറ്റുള്ളത് കഴിയില്ല, ഒന്നും കഴിയില്ല. നമ്മളെല്ലാം കുന്നും കയറി ലോകത്തുള്ള കെട്ട് തേച്ച് കൊടുത്തിട്ട് കുന്ന് കയറിയിട്ട് മേലെ അറ്റത്തോളം എത്തിയിട്ട് നമ്മൾ
വീട്ടിലെത്തിയിട്ട് കൊണ്ടുവരും. അത്ര വലിയൊരു നമ്മളിവിടെ പുല്ലരിയാനം പോയി കഴിഞ്ഞാൽ ഒരു കുളത്തരിക്കാൻ കൊണ്ടുവരും. വലിയൊരു കുന്ന് കയറി കീഞ്ഞ് മറിച്ചെല്ലാം അങ്ങ് താഴെത്തണം, താഴത്തേക്കെത്തണം. ആ താഴത്തേക്ക് എടുക്കാന്ന് പുല്ലും കെട്ടിയെടുത്തിട്ട് ആ കുന്ന് കയറി കീഞ്ഞാൽ നല്ലൊരു പെരിയ ഒന്നുമല്ല, റബ്ബർ തോട്ടത്തിലേക്ക് കൂടി ഇങ്ങനെ വലിയ ഉയരവും ഉണ്ടാവില്ലുണ്ട്. എല്ലാം കയറിപ്പിടിച്ച് ഇതും കെട്ടിപ്പിടിച്ച് കയറിയെടുത്ത് നമ്മൾ കയറി കഴിഞ്ഞിട്ടെടുത്തിട്ട് ഒരു പ്രശ്നമില്ലാണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ആരോഗ്യം പണ്ടേ എന്ന് വെച്ചാൽ നമ്മൾ ഈ കൃഷിയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആരോഗ്യം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. അതാണ് നമ്മൾ കൃഷി ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചാൽ നമ്മൾ കാക്കും കഴിക്കും റെസ്റ്റ് കൊടുക്കുക എന്നല്ലാതെ നമ്മൾ അതിനുള്ള ആരോഗ്യം കൂട്ടലാണ്. നമ്മൾ എക്സസൈസാണ് ഈ ജോലി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചെറുപ്പത്തിലേ അധ്വാനിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മളെ കാര്യത്തിൽ എല്ലാവരും കാലിലും കഴിക്കും, നമ്മൾ അവയവങ്ങൾക്കുള്ള ശക്തി തരുന്ന ഒരു എക്സസൈസാണ് ഈ കൃഷി മറ്റുള്ള ജോലി എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാം കൈക്കോട്ടും അങ്ങനെയുള്ള പണിയെടുക്കണം. നമ്മൾ വെറുതെ ഇരുന്ന് എടുത്തുള്ള പണിയല്ല. നമ്മൾ കൈക്കോട്ട് പണിയെടുക്കലും അല്ലെങ്കിൽ പച്ചക്കറി കൃഷി ചെയ്യാനും നമ്മൾ കാർഷിക പണി എന്തെടുക്കുന്നുണ്ടോ അതെല്ലാം നമുക്ക് വേണ്ടുന്ന ഈ ചെറുപ്പകാലത്തിലുള്ള ഒരു പിന്നെ ഒരു എന്നുവെച്ചാൽ നമുക്ക് ഒരു വ്യായാമമാണത്, ഒരു പ്രാക്ടീസാണത്. നമുക്ക് പിന്നെ നമുക്കിപ്പോൾ ഇത് ചെയ്യുന്നില്ല, നമ്മൾ എന്താണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നില്ല. ഫിസിയോതെറാപ്പി നമുക്ക് ചെയ്യേണ്ട ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഫിസിയോതെറാപ്പിയായി. അത് തന്നെയാണ് ഫിസിയോതെറാപ്പി. വേണ്ട ചില ഈ ഷുഗറും പ്രഷറും കൂട്ടാതെ കൊണ്ട് കഴിയുന്ന പണി നമ്മൾ കുറച്ചേ ഉള്ളൂ. ചെറിയ പ്രായത്തിലെ കുട്ടികളെ കൊണ്ട് എടുപ്പിച്ചിട്ട് കുട്ടികൾ ചെറിയ തോതിൽ കുട്ടികളെ ഇങ്ങനെ തോതിൽ എടുപ്പിക്കാനല്ല വേണം. ചെറിയ തോതിൽ കൃഷിയായാലും എന്തെന്നായാലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അത് നല്ലതാണെന്ന് പറഞ്ഞു കൊടുക്കുക. കുട്ടികൾ അതിന്മേൽ ശ്രദ്ധ വയ്ക്കുക. എന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമം നടത്തണം നിങ്ങളെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാം ചെയ്ത പോലെ തന്നെ നമ്മുടെ മക്കളും നല്ലൊരു കൃഷിക്കാരായിട്ടും നല്ലൊരു മറ്റുള്ളവരായിട്ടും ജീവിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വെച്ചാൽ ഇനി ജോലി കിട്ടിയ ജോലിക്ക് പോകണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ജോലിക്ക് പോയിക്കോളുക. എന്നാലും നമ്മളെ വീട്ടിലേക്കുള്ള ഇതെല്ലാം നമ്മൾ ആക്കി വെക്കുമ്പോൾ നമുക്കതൊരു വലിയ താല്പര്യമായിട്ട് വരും. എന്നാൽ നമുക്കതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞു നടക്കുന്നത്. അതുകൊണ്ട് ഞാനിന്നിപ്പോൾ ഇത്രയും ആയാലും ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത്തിരി പറയുന്നുള്ളൂ. അതിന് നാളെ നമുക്ക് വേറെ ഒരു വിഷയമായിട്ട് വരാം. അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ നമ്മുടെ മാങ്ങയിൽ ഉപ്പിലിട്ട് മാങ്ങയിലും കൂട്ടി ചോറുന്ന് നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം. നാളെ വേറെ എന്തെങ്കിലും കൂട്ടി ചോറ് തിന്നാനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം. ഇന്നിപ്പോൾ തൽക്കാലം ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് നന്ദി, നമസ്കാരം. നാളെ വീണ്ടും വരാം.